ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ മുഴുവൻ ഉപമകളാലാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതിൽ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വിതയ്ക്കുന്നവൻ്റെ ഉപമയാണ്. അവൻ പിന്നെയും കടൽക്കര വെച്ച് ഉപദേശിപ്പാൻ തുടങ്ങി. അപ്പോൾ ഏറ്റവും വലിയ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നു. ഓടുകൊണ്ട് അവൻ പടയിൽ കയറി കടലിലിരുന്നു. പുരുഷാരമൊക്കെയും കടലരികെ കരയിലായിരുന്നു. അവർ ഉപമകളാൽ പലതും ഉപദേശത്തിൽ അവരോട് പറഞ്ഞത് കേൾപ്പിൻ. വിതയ്ക്കുന്നവന് വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരിയെ വീണു. പറവുകൾ വന്നത് തിന്നുകളഞ്ഞു. മറ്റു ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തടത്ത് വീണു. മണ്ണിന് താഴ്ചയിലായി ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യനുദിച്ചാറെ ചൂട് തട്ടി വേരിലായി കൊണ്ട് ഉണങ്ങിപ്പോയി. നമ്മുടെ ആത്മീയ അന്തരീക്ഷം ഇങ്ങനെയാണ്. നമ്മൾക്ക് സ്ഥലവും കാലമൊന്നും അറിയാതെ നമ്മൾ വഴിയരിയിൽ കിടക്കുന്നത്, നമ്മൾ വചനം വിതയ്ക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ വിതയ്ക്കുവാനുള്ള ഒരു മനോഭാവം നമ്മൾക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആത്മീയ അന്തരീക്ഷം വരുമ്പോൾ സൂര്യൻ ഉദിക്കുമ്പോൾ പോകുന്നതായിരിക്കരുത് എന്നുള്ള വിശ്വാസം. 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, വിശുദ്ധ മർക്കോസ് 4:7. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ളു മുളച്ചു വളർന്നു. അതിനെ ഞെരുക്കി കളഞ്ഞു. അത് വിളഞ്ഞതുമില്ല. മറ്റു ചിലത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ച് വളർന്ന് ഫലം കൊടുത്തു. 30, 60, 100 മേനി വിളഞ്ഞു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് അവൻ പറഞ്ഞു. അനുദിനം അവൻ തനിച്ചിരിക്കുമ്പോൾ അവനോട് കൂടെയുള്ളവർ പന്തിരുവരുമായി ആ ഉപമകളെക്കുറിച്ച് ചോദിച്ചു. അവരോടവൻ പറഞ്ഞത്, ദൈവരാജ്യത്തിൻ്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിക്കുന്നു. അവർ മനം തിരിയാതെയും അവരോട് ക്ഷമിക്കാതെ ഇരിക്കത്തക്കവണ്ണം അവർ കണ്ടിട്ടും അറിയാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിപ്പാതിരിപ്പാനും സംഗതി വരും. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, ഈ ഉപമ ഗ്രഹിക്കുന്നില്ലയോ? പിന്നെ മറ്റേ ഉപമകളൊക്കെയും എങ്ങനെ ഗ്രഹിക്കും? വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു. വചനം വിതച്ചിട്ട് വഴിയരിയെ വീണത് കേട്ട ഉടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ നിന്നും വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നതാകുന്നു. അങ്ങനെ തന്നെ പാറസ്ഥലത്ത് വിതച്ചത് വചനം കേട്ട ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവനെങ്കിലും അതിൻ്റെ ഉള്ളിൽ വേരില്ലാതെ ക്ഷണികന്മാരാകും. വചനം നിമിത്തം ഉപദ്രവമോ പീഡയോ ഉണ്ടായാൽ ക്ഷണത്തിൽ ഇടറിപ്പോകും. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഇഹലോകത്തിൻ്റെ ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയും മറ്റ് വിഷയമോഹങ്ങളും അകത്ത് കിടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാണ്. നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവൻ തന്നെ അവൻ 30, 60, 100 മേനി വിളയുന്നു. ഇതാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ വാക്യങ്ങളാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ച, നല്ല മണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരവും മനസ്സും ആത്മാവുമാണ്. അത് ഹൃദയവും നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും നല്ലതായി പ്രിപ്പയർ ചെയ്യുവാൻ വേദപുസ്തക പഠനവും പ്രാർത്ഥനയും. ഈ വേദപുസ്തക പഠനം ഇതൊരു വേദപുസ്തക പഠനത്തിൻ്റെ ഒരു ഭാഗമാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ യേശു കർത്താവ് വളരെ കൃത്യമായി നമ്മളോട് പറയുകയാണ്, നിങ്ങൾ കേൾക്കുന്നു, പക്ഷെങ്കിൽ സാത്താൻ അത് നിങ്ങളുടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു. അല്ലെങ്കിൽ പറവുകൾ വന്ന് കുത്തിയെടുത്തുകൊണ്ട് പോകുന്നു. അല്ലെങ്കിൽ വളരുന്നു, പക്ഷേ വളർത്താൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല. മുള്ളാണ്, സാത്താൻ്റെ മുള്ളാണ്. നല്ല നിലത്ത് വീണത് 30, 60, 100 മേനിയായി ഫലം കായ്ക്കും. നിങ്ങൾ ഫലമുള്ളവരായിരിക്കണം, ഫലം കായ്ക്കുന്നവരായിരിക്കണം. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ഫലപ്രദമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കേൾക്കുന്ന കാണുന്ന എല്ലാവർക്കും അവരുടെ കുടുംബങ്ങളും ഫലമുള്ളവരായി തീരുവാൻ കർത്താവേ, ദുഷ്ഫലങ്ങളല്ല, സാത്താൻ എടുത്തുകൊണ്ട് പോകുന്ന അനുഗ്രഹങ്ങളല്ല, കർത്താവെ വെയിൽ ഉറച്ച് തട്ടിപ്പോകുന്ന അനുഗ്രഹങ്ങളല്ല, മുള്ളു വന്ന് തകർക്കുന്ന അനുഭവങ്ങളല്ല, 30, 60, 100 മേനിയായി ഫലം കായ്ക്കുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ, നിന്റെ മക്കൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അതിനൊരു തൃപ്തി ഉണ്ടാകുവാൻ, നല്ല റിസൾട്ട് കൊടുക്കുവാൻ സഹായിക്കണം. പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഏത് മേഖലകളിലുള്ളവർ കർത്താവിനോട് ചേർന്ന് ചെയ്ത് ഉന്നതമായ റിസൾട്ട് കൊടുക്കുവാൻ എല്ലാവർക്കും കൃപ നൽകിക്കാട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം, യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.